Ladies and gentlemen, അങ്ങനെ നമ്മളുടെ കയ്യിൽ വന്നിരിക്കുകയാണ് ദ വൺ ആൻഡ് ഓൺലി OnePlus 13R. ഞാനിത് എവിടെ നിന്ന് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടയിൽ നിന്നാണ് കേട്ടോ. മോബോക്സ് ഒരു ചെറിയ കടയാണ്, ആലപ്പുഴയിലുള്ള പുതിയായിട്ട് തുടങ്ങിയതാണ്, നമ്മളുടെ ഒരു കൂട്ടുകാരൻ തുടങ്ങിയ കടയാണ് എന്ന് പറഞ്ഞ് ആകെ ഡിസ്കൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. കാശ് ഒരു മാനസാന്തരം പോലും ഇല്ലാതെ മേടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കാശ് കൊടുത്തത് കണ്ടല്ലോ. കാശ് കൊടുത്തിട്ടാണ് സാധനം മേടിച്ചത് കേട്ടോ. എന്തിനാണെങ്കിലും ആലപ്പുഴയിലുള്ള ആൾക്കാർക്ക് യു ക്യാൻ ആക്ച്വലി ഗോ ഹിയർ ആൻഡ് ഗെറ്റ് ഐക്യു, വിവോ, OnePlus അങ്ങനത്തെ ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ആലപ്പുഴക്കാർക്ക് ഇവിടെ പോകാം. മോബോക്സ്. അപ്പോൾ എന്തിനാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഇട്ടേക്കാം. എന്താണെങ്കിലും നമ്മളുടെ കയ്യിൽ വന്നിരിക്കുകയാണ് OnePlus 13R. 42,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ 256 GB. എന്തുകൊണ്ട് ഞാൻ ഈ ഫോൺ, അതായത് OnePlus 13ന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കിൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രാക്കിംഗ് ടെക് ഇംഗ്ലീഷ് നമ്മുടെ ഇർഷാദ് ഭായി ഇട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരുടെ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഡിസൈഡ് വെദർ യു നീഡ് ടു ബൈ OnePlus 13 ഓർ നോട്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഐക്യു 13 മേടിക്കേണ്ട ഒരു കാര്യമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. ഒരു 50,000 രൂപയൊക്കെ നമ്മൾ പുഷ് ചെയ്യണമെങ്കിൽ. അതല്ലാത്തവർക്ക് തൻ്റെ ഇത് മേടിക്കുന്നതിന് പകരം ഇപ്പോൾ ആസ് വി സ്പീക്ക് നമുക്ക് റിപ്പബ്ലിക് ഡേയുടെ ഓഫർ നടക്കുകയാണ്. ഐക്യു 12 42,000 രൂപയ്ക്ക്, അതായത് 46,000 രൂപയുടെ സാധനത്തിന് അഡീഷണൽ 3,000 രൂപയുടെ കൂപ്പൺ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ SBIയുടെ കാർഡും കൂടെ ആണെങ്കിൽ 1,000 രൂപ കുറഞ്ഞ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് യു ക്യാൻ ഗെറ്റ് ദ ഡിവൈസ് ഫോർ 42,000 rupees വിച്ച് കംസ് ടു ദ സെയിം പ്രൈസ് ഓഫ് ദിസ് ഐറ്റം. അങ്ങനെ നിങ്ങൾക്ക് 42,000 രൂപയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ ഗംഭീരമാണ്. ബിക്കോസ് ഇതിലില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്. ഫോർ എക്സാമ്പിൾ 3x ഒപ്റ്റിക്കൽ OIS വെച്ച് വരുന്ന ടെലിഫോട്ടോ ക്യാമറ അതിലുണ്ട്, ഇതിലില്ല. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. പിന്നെ 3+4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിങ്ങിൽ അത് ഇതിലുമില്ല. പിന്നെ ടു ബി ഓണസ്റ്റ് ആ ഫോൺ അടിപൊളിയാണ്. 42,000 rupees. ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ICICI ബാങ്കിൻ്റെ കാർഡും അതേപോലെ മറ്റേ എന്തിനടാ ഈ എക്സ്ചേഞ്ച് ഓഫറും കൂടെ വെച്ചിട്ടാണ് 36,000 രൂപയ്ക്ക് ഈ സാധനം എനിക്ക് കിട്ടിയത്. അല്ലാതെ 42,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഇതെത്ര GB? 12 GB 256 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആൻഡ് നമ്മൾ വെള്ള കളറാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. എന്താണെങ്കിലും നമുക്ക് എൻബോക്സ് ചെയ്യാം. എക്സ്ക്ലൂസീവ്ലി സോൾഡ് ഇൻ ഇന്ത്യ. വീഴ് കണ്ട 13R ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വീണുണ്ടെന്നല്ലേ. അപ്പോൾ അതൊക്കെ ജിങ്കാണ്ടി ജില്ലയായിട്ട് സോ ഇതിൻ്റെ അകത്ത് കേസ് വരും. ഇതാണ് ഫോണ്, മാറ്റി വയ്ക്കാം. തുറന്നു കഴിഞ്ഞാൽ സിം ഇജക്റ്റിംഗ് ടൂള് ഇപ്പം ഇങ്ങനെ ആയാടെ നോക്കിയാണ്. സിം ഇജക്റ്റിംഗ് ടൂൾ വെച്ചേക്കണണ്ടാ, അടിപൊളിയാട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. Type A to Type C ആണ്. അപ്പോൾ പവർ ഡെലിവറി ചാർജർ അല്ല, 100 വാട്ടിൻ്റെ സൂപ്പർ വൂപ്പ് ആ ചാർജറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സോറി 80 വാട്ടേ ഉള്ളൂ കേട്ടോ, 100 വാട്ടും ഇല്ലേടാ. കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേരിൽ OnePlus 13R കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. ഇത് കേസടേ, എന്തൊരു കേസാണോ, വെള്ള കേസായിരുന്നെങ്കിൽ നൈസായിരുന്നു കേട്ടോ. എടേ വെള്ള ഫോൺ തരുമ്പോൾ എന്തിനടേ കറുത്ത കേസ് തരണ? വാട്ട് ഈസ് ദിസ് OnePlus? യു ഡോണ്ട് ഹാവ് എസ്തെറ്റിക് സെൻസ്. എന്തെങ്കിലും ആവട്ടെ. അപ്പം അത്രയാണ് പെട്ടിയില്ലാത്തുള്ള സാധനങ്ങളടെ. നെവർ സെറ്റിൽ. ശരി, ആയിക്കോട്ടെ. പെട്ടി എവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരി. എനിക്കിത് തുറക്കടേ. മനോഹർ, കൊള്ളാം കേട്ടോ, നല്ല പേപ്പറാക്കിയവർ. ഇത് വെള്ളയല്ല, ഇത് വേറെന്തൊരു കളർ. സീ മാഗി ഹൗ ബ്യൂട്ടിഫുൾ ദ ഫോൺ ലുക്സ്. കൊള്ളാം കേട്ടോ, രസമുണ്ട്. നല്ല ഒരു എന്തോ ഒരുമാരത്തെ ഒരു ടെക്സ്ചറൊക്കെ പറഞ്ഞുണ്ട്, രസമുണ്ട്. ഒരു ഫോണ് കാണാൻ വെള്ളമല്ല, പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ക്രീം ഒരുമാരത്തൊരു കളറാണ്. എന്നിട്ട് ഈ വട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരുമാതിരി റിപ്പിൾ എഫക്റ്റ് പോലത്തെ ഒരു പക്ക ബോക്സി ഡിസൈനാണ് നമുക്ക് വരുന്നത്. IR ബ്ലാസ്റ്ററൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റേ AC-യുടെ റിമോട്ടായിട്ടും TV-യുടെ റിമോട്ടായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. സൈഡിൽ നമ്മുടെ അല്ലേതായിരിക്കണം, അലേർട്ട് സ്ലൈഡർ അല്ലേ, കൊള്ളാം കേട്ടോ. പിന്നെ മൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ USB 2 ആണ്, 3.2 ഒന്നും അല്ല, 2 ആണ് വരുന്നത്. പിന്നെ സിമ്മ് കുത്തിയിളക്കിയിട്ട് സിം ഇടാനുള്ള സ്ഥലം, പിന്നെ സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, അത് 2 കൊടുത്തേക്കണം, മുകളിലും താഴെയായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡിസൈൻ പരിപാടികളൊക്കെ വരുന്നത് ഗൈസ്. ഇതിന് നടുക്ക് കൊടുക്കരുത്, എന്തിനാണ് ഈ മൂലയെ കൊണ്ട് തട്ടിയേക്കണത്? എന്തിനാണെങ്കിലും ഒരു നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് നമുക്കിവിടെ കിട്ടുന്ന. വളരെ ഒരു ബോക്സി
ഫോണാണ് ഗൈസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്, വിച്ച് ഇസ് ആക്ച്വലി എ വെരി പവർഫുൾ ചിപ്സെറ്റ്. TSMC ആണ് ഇത് ഉണ്ടാക്കുന്നത്. 4 നാനോമീറ്റർ ആണ്. ഹലോ ആർ യു റെഡി? ഞാൻ റെഡി, ഞാൻ പണ്ടേ റെഡി. ഇവിടെ അമേരിക്ക അല്ലടെ, ഇന്ത്യ. ഇംഗ്ലീഷ്. ഇന്ത്യ. നെക്സ്റ്റോ സ്കിപ്പ്. ഇതും തൽക്കാലത്തേക്ക് സ്കിപ്പ്. ഫിംഗർ പ്രിന്റ് അൾട്രാസോണിക് അല്ല, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഇവിടെ ഗ്ലോബൽ സെർച്ച് എന്ന പരിപാടി, അത് ഓഫ് ചെയ്യട്ടെ. കോൺടെക്സ്റ്റ് അവയർനെസ്, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ ടാർഗറ്റ് നെറ്റ്വർക്ക് ഒപ്റ്റിമൈസ് ബേസ്ഡ് ഓൺ യുവർ സറൗണ്ടിങ്സ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. അഡാപ്റ്റീവ് നെറ്റ്വർക്ക് സർവീസ് കിടക്കട്ടെ. എൻഹാൻസ്മെന്റ് ഇന്റലിജൻസ് സർവീസ്. ഈ സാധനം ഓൺ ആയിരുന്നു കേട്ടോ, ഈ എൻഹാൻസ് ഇന്റലിജൻസ് സർവീസ് എന്നുള്ള സാധനം. അമ്മമാരിപ്പോൾ അത് ഓഫ് ചെയ്തിട്ടാണ് പറഞ്ഞത്. വെരി ഗുഡ്. OnePlus, ദാറ്റ് വാസ് നൈസ്. VDC സർവീസ്, അതും തോന്നുന്നു. യൂസർ എക്സ്പീരിയൻസ് പ്രോഗ്രാം, നോ. ഡേറ്റ പോണതാണ്. സിസ്റ്റം സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, വേണ്ട. യു ആർ ഓൾ സെറ്റപ്പ്. ഞാൻ സെറ്റപ്പ് ആണെന്നു. ലെറ്റ്സ് ഗോ. ഓ, വാട്ട് എ നൈസ് അനിമേഷൻ ദാറ്റ് വാസ്. നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ് ആക്കുക. ഗ്ലോബൽ സെർച്ചോ ഷെൽഫോ കൊടുക്കരുത്. ഇതിൽ സൈഡിൽ ഷെൽഫ് വരും, താഴോട്ടാക്കുമ്പം ഇങ്ങനെ വരും. ഓ, വാട്ട് എ സ്മൂത്ത് ഫോൺ മാൻ. ഓ, ഈ ഒരു സ്മൂത്ത് പാരലൽ അനിമേഷൻ വേറെ ലെവൽ കേട്ടോ. വാട്ടർ സെറ്റ് സാധനം. ക്ലിങ് ഇതാണ്. ഇത് ജിങ്ക് ഒരേ സമയത്ത് മറ്റത് ക്ലോസ് ആവുന്നതിന് മുന്നേ നമുക്ക് മറ്റേ ആപ്പ് തുറക്കാൻ പറ്റും. അതാണ് ഈ പാരലൽ അനിമേഷൻ എന്ന് അവർ പറയുന്നത്. ഇറ്റ്സ് വെരി നൈസ് ആൻഡ് ഫ്ലൂയിഡ് ആൻഡ് വെരി നൈസ്. പിന്നെ നമുക്കിതിൽ LPDDR5Xൻ്റെ റാമാണ് വരുന്നത്. UFS 4.0 സ്റ്റോറേജ്. സോ സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ആപ്സ് ആണെങ്കിലും മൾട്ടി ടാസ്കിങ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും ഇത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. വിൽ ബി റിയലി നൈസ്, വെരി സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്വെയർ വെരി നൈസ് ആക്ച്വലി. ഓക്കെ, വാ. ജില്ലി കൊള്ളാം. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ പറഞ്ഞ ഒരു ഡിസ്പ്ലേ ആണ് ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു 1600 nitsന്റെ ബ്രൈറ്റ്നസ്, മറ്റേ പീക്ക് ബ്രൈറ്റ്നസ് അല്ല ഞാൻ പറയുന്നത്, 1600 nitsന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അതായത് നമ്മൾ വെയിലത്തോട്ടോ അല്ലെങ്കിൽ ഈ ഫോണിലോട്ട് ഒരു ഹൈ ലൈറ്റ് വീഴുന്ന സമയത്ത് 1600 nits വരെ അത് പോവും. കണ്ട, കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂടണണ്ട. ഇതിൻ്റെ ഇപ്പം ആപ്പ്, ഈ സാധനം ഇത് പണ്ട് വരൂലായിരുന്നു കേട്ടോ OnePlusൽ. ഇത് കണ്ട, ഈ ആപ്പ് പിക്ക് എന്ന് പറഞ്ഞ സാധനവും ഫോൺ മാനേജ്മെൻറ്റ്, ഇങ്ങനെ കുറച്ച് സാധനമുണ്ട്. ഫോൺ മാനേജ്മെൻറ്റ്, തീം, ഇത്. അപ്പോൾ ഈ സാധനം അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റൂല കേട്ടോ. നോ അൺഇൻസ്റ്റാളിങ്. പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇത് മൂന്നും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിൽ നമുക്കൊരു 2x ഒപ്റ്റിക്കൽ ഫൈനലി വന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഈ 2x ഒപ്റ്റിക്കലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ OIS എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. f1.9ൻ്റെ സെൻസറാണ് ഇരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് 50 MP ആസ് വെൽ. ബട്ട് ദേ ഷുഡ് ഹാവ് ഗിവൺ എ ബെറ്റർ. അതായത് ഈ പറയുന്ന Realme 13 Pro Plus വന്നില്ലേ, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോൺ. 13 Pro Plus കഴിഞ്ഞ വർഷം, അതിന് മുന്നേ 12 Pro Plus. അതിൻ്റെ അകത്തിരിക്കണ 3x ഒപ്റ്റിക്കൽ ഇത് കൊടുത്തുകൂടായിരുന്നു. iQOO 13 അതിലൊരു 2x ഉണ്ട് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിംഗിൽ. എന്തുകൊണ്ട് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് കൊടുത്ത ഒരു സെൻസർ കൊടുക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനായാലും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേരിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനിടെ പിശുക്ക് കാണിക്കണം? മറ്റേ സാധനമല്ല, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഒന്നും അല്ല, ഗൊറില്ല ഗ്ലാസ് 7A എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് രീതിയിലുള്ള സ്ക്രീൻ പ്രൊട്ടക്ഷനാണ് നിങ്ങളിവിടെ കൊടുത്തിരിക്കണം. അതും ഓക്കെ. ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ കോഡൊക്കെ എടുത്ത് വിളയെ കളഞ്ഞ് എന്തിന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അതും ഓക്കെ. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്ത് HDR പ്ലേബാക്കും ഇല്ല, ഡോൾബി വിഷനും ഇല്ല. ബാറ്ററി നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സിംഗിൾ സെൽ എന്നാണ് ഞാൻ കേട്ടത്. അതാകുമ്പോൾ എന്തായാലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഷോകമായിരിക്കും. അതായത് അരമണിക്കൂറിൽ ചാർജ് ചെയ്യേണ്ട സാധനം 50 മിനിറ്റ് എടുക്കും. ഇത്രയും കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ശേഷവും നിങ്ങൾ 2x കൊടുത്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ 2x ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിംഗ് ഉള്ള സെൻസർ പ്രൊവൈഡ് ചെയ്തില്ല? അല്ലെങ്കിൽ Realme 13 Pro Plusൽ വരിക്കുന്നത്, അതായത് 30,000 രൂപ ഫോണിൽ പറഞ്ഞാൽ ആ സാധനമെങ്കിലും മിനിമം കൊടുക്കായിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് യൂസ് ചെയ്തിട്ട് വരാം. ബൈ.